കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എങ്കിലോ ആ കാലത്തെ കഷ്ടം കഴിഞ്ഞ ശേഷം സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കുകയും ആകാശത്തിൽ നിന്ന് നക്ഷത്രങ്ങൾ വീണുകൊണ്ടിരിക്കുകയും ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകുകയും ചെയ്യും എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ആ കാലത്ത് എന്ന് പറയുമ്പോൾ നാം കുറച്ച് ദിവസം കൊണ്ട് തുടർച്ചയായിട്ട് ശിഷ്യന്മാർ ചോദിച്ച ആ ഒരു കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ മുന്നോടിയായിട്ട് നടക്കുന്ന അടയാളങ്ങളെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് ഒലിവമലയിലിരുന്നു കൊണ്ട് ആ ഒരു തൻ്റെ വരവിൻ്റെ മുന്നോടിയായിട്ട് നടക്കുന്ന അടയാളങ്ങളെക്കുറിച്ച് പറഞ്ഞത് നാം പഠിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ അടയാളങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ നടന്ന് ഏകദേശം ഒന്ന് തീരുമ്പോൾ, അവസാനം അടുക്കുമ്പോൾ ഇവിടെ യേശുക്രിസ്തു പറഞ്ഞതെന്ന് പറഞ്ഞാൽ സൂര്യൻ ഇരുണ്ടു പോകും എന്ന്. സൂര്യൻ്റെ ശക്തി ഇപ്പോൾ അതികഠിനമായി ഏറിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ ആകാശത്തിലെ ചന്ദ്രൻ പ്രകാശം കൊടുക്കത്തില്ല, നക്ഷത്രങ്ങൾ ഓരോന്നോരോന്നായി താഴോട്ട് വീഴും, ആകാശത്തിൻ്റെ ശക്തികളൊക്കെ ഇളകിപ്പോകും എന്ന് പറയുന്നു. അപ്പോൾ ഇന്ന് നമുക്കറിയാം, ചൂടേറിക്കൊണ്ടിരിക്കുന്ന അന്തരീക്ഷത്തിൽ പല മാറ്റങ്ങളും നമുക്ക് ഇന്ന് കാണുവാൻ സാധിക്കും. പ്രിയ ദൈവമക്കളെ, അപ്പോൾ അന്ത്യകാലഘട്ടത്തിൽ നമുക്ക് അറിയാമെന്ന് പറയുന്ന ഒരു സൂചന എന്ന് പറയുന്നത് ഈ സൂര്യൻ ഇരുണ്ടു പോകുന്നതും നക്ഷത്രങ്ങൾ കീഴെ വീഴുന്നതും ഒരു അടയാളമാണ്. പക്ഷെ നാം അതുവരെ ജീവിച്ചിരിക്കുമോ എന്ന് നമുക്കറിയത്തില്ല. അതുമല്ല, ജീവിച്ചിരുന്നാലും അതിനു മുമ്പായിട്ട് നാം രക്ഷിക്കപ്പെട്ട് സ്നാനമെടുത്ത് കർത്താവിൻ്റെ സഭയോടുകൂടെ ഒത്തുചേർന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നാം പ്രാപിച്ചില്ല എന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വരവിലേക്ക് നമുക്ക് എടുത്തുകൊള്ളുവാൻ സാധിക്കത്തില്ല. ആ ഒരു ലാസ്റ്റ് നിമിഷത്തിൽ നമുക്ക് അയ്യോ ഇത് അവസാനമാണല്ലോ, ബൈബിൾ പറഞ്ഞിരിക്കുന്നതാണല്ലോ നടക്കുന്നത്, അപ്പോഴിനി ഏറെ കാലമില്ല, ഇനി എനിക്ക് എങ്ങനെയെങ്കിലും ഒരു സ്നാനം എടുക്കണം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കർത്താവിന് വേണ്ടി ജീവിക്കണമെന്ന് വിചാരിച്ചാൽ ഒരു നിമിഷം പോലും ആ ദിവസങ്ങളിൽ നമുക്ക് കിട്ടത്തില്ല. ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നാം ഇന്നിരിക്കുന്ന കണ്ടീഷൻ ഓരോരുത്തർക്കും അറിയാം. ഞാനിരിക്കുന്ന ഈ കണ്ടീഷനിൽ ഇങ്ങനെ ഇരുന്നാൽ ഞാൻ സ്വർഗത്തിൽ പോകുമോ ഇല്ലയോ എന്ന് വചനം നല്ലവണ്ണം വായിക്കുന്നവർക്ക് മനസ്സിലാകും, പോകുമോ ഇല്ലയോ എന്ന്. കാരണം എന്തെന്ന് പറഞ്ഞാൽ വചനത്തിൽ ഒരുപാട് കൽപ്പനകൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഒരു മനുഷ്യനായാൽ ഇങ്ങനെ ഇരിക്കണമെന്ന് ദൈവം ജീവിച്ചും യേശുക്രിസ്തു ജീവിച്ചും കാണിച്ചു തന്നു. പക്ഷേ അതെല്ലാം മറന്നുകൊണ്ട് സ്വാർത്ഥരായി സ്വന്തം കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ലോകകാര്യങ്ങൾക്കായി ഓടുന്നവർ ക്രിസ്തുവിൻ്റെ വരവിൽ നിലനിൽക്കുന്നത് വളരെ കഷ്ടമാണെന്ന് നമുക്ക് ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കും. ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നാം ദൈവത്തിൻ്റെ വരവ് ആസന്നമായിരിക്കുമ്പോൾ നാം എത്രയും പെട്ടെന്ന് ദൈവത്തോടു കൂടെ നാം ചേരുവാൻ, അല്ലെങ്കിൽ ദൈവത്തോടു കൂടെ നാം പങ്കാളിയായി തീരുവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, ദൈവമേ, ഞങ്ങൾ കർത്താവ് ഈ ലോകത്ത് ഞങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ലോകം പോയ പോക്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ കർത്താവിൻ്റെ വരവിൽ നിലനിൽക്കണമെങ്കിൽ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം, അങ്ങയുടെ കൃപയിൽ നിലനിൽക്കണം, വിശ്വാസത്തിൽ നിലനിൽക്കണം, സ്നേഹത്തിൽ നിലനിൽക്കണം, സഹിഷ്ണുതയിലും കർത്താവെ അപ്പോൾ വിട്ടുകൊടുക്കുന്നതിൽ എല്ലാത്തിനും ഒരു ദൈവ പൈതൽ മുൻമാതൃകയായിരിക്കണമെന്ന് അങ്ങയുടെ വചനം പഠിപ്പിക്കുമ്പോൾ കർത്താവെ, അങ്ങയുടെ വചനപ്രകാരം ജീവിച്ച് കർത്താവ് കൽപ്പനകൾ അനുസരിച്ച് അങ്ങയുടെ രാജ്യത്തിൽ വന്നു ചേരുവാനും അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് ദൈവമേ അധികമായി ആവശ്യമായിരിക്കുന്ന സമയത്ത് അത് ധാരാളമായി തന്ന് ഞങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദിവസം കർത്താവ് ആരെങ്കിലും കർത്താവ് എൻ്റെ ഈ പാപ സ്വഭാവത്തിൽ നിന്ന് എനിക്ക് വിട്ടുമാറുവാൻ പറ്റുന്നില്ല, ദൈവം എനിക്കിതിൽ നിന്ന് വിടുതല തരണമെന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് ദിവസം കർത്താവ് ഇവർ പാപ സ്വഭാവങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നുവോ അത്രത്തോളം വെറുത്ത് കളയുവാൻ ദൈവം അവർക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വരവിൽ കർത്താവ് ഞങ്ങളും പങ്കാളിയായി തീരുവാൻ, അങ്ങേ എതിരേൽപ്പാൻ വരുവാൻ കർത്താവെ ഞങ്ങളെയും ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.